ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹൈ ക്ലാസ് ആണ്. ഭയങ്കര ഇഷ്ടമായി. പൊളിച്ചടക്കി എന്താ പറയാ ഒരു സ്ലോ ബേണർ എന്നൊക്കെ പറയില്ലേ, പതുക്കെ പതുക്കെ ഇങ്ങനെ പൊളിഞ്ഞ് അവസാനം വന്നപ്പോ ഒരു കത്തിക്കല അങ്ങനെ ഒരു അത് കണ്ടെന്നെ അറിയാം. ക്ലൈമാക്സോളം അടക്കുമ്പോ അറിയാം പൊളിച്ചിട്ടുണ്ട് സാധനം. വേറെ ലെവൽ മേക്കിംഗ് ആണ്, എടുത്ത് പറയണം. ഒരു പുതുമുഖ സംവിധായകൻ ഡിനോ ഡെന്നിസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ. പിന്നെ മമ്മൂക്ക അഴിഞ്ഞ അടന്നെയാണ്. അതെ, പൊളിച്ചടക്കിണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഞാൻ പറഞ്ഞില്ല ഇന്റർനാഷണൽ ടച്ചിലായിരുന്നു ഓരോ സീക്വൻസും. അതേപോലെ കോസ്റ്റ്യൂംസ് പലതരത്തിലുള്ള പല അഴിഞ്ഞാട്ടാണ് മമ്മൂക്കാണ്. അടിപൊളി അടിപൊളി സൂപ്പറായിരുന്നു. അടിപൊളി ഒരു രക്ഷയില്ല. ആ തിയേറ്റർ ആകെ അങ്ങോട്ട് ഞങ്ങൾ മേളത്തോട് വേളാക്കി. ഇല്ല ഞങ്ങൾ അന്ന് ട്രെയിലർ കണ്ടപ്പോ എന്തായാലും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ ട്രെയിലർ തന്നെ സൂപ്പറായിരുന്നു. ഞങ്ങളുടെ ട്രെയിലറിനെ നിങ്ങൾ ചിലപ്പോ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ എല്ലാ സെറ്റപ്പോട് കൂടി വന്നത്. പക്ഷെ വിചാരിച്ചാലും ട്രെയിലർ കണ്ടതിൽ അടിപൊളിയുണ്ട്. പക്ഷെ നമ്മള് കണ്ടത് പിന്നൊക്കെ ഞങ്ങള് സൂപ്പറായിട്ട് കഥ അങ്ങോട്ട് കൊണ്ടുപോയി വന്നു. കാരണം ഫസ്റ്റ് ആ സീനിൽ തന്നെ വരുമ്പോ സാധാരണ ഇതിൽ വന്നിട്ട് ഏറ്റവും അവസാനം അടിച്ചു പൊളിച്ചാണ് ബ്രേക്ക് വന്നു. സൂപ്പറായി. ഫ്ലൈറ്റ് ഒക്കെ സൂപ്പറായിരുന്നു. മമ്മൂട്ടിക്ക് പ്രായം ഒരിക്കലും പറയില്ല. കാരണം ഏത് സിനിമ വന്നാലും മമ്മൂട്ടി അടിപൊളിയായിട്ട് 19-കാരനായിട്ട് തിളങ്ങി നിൽക്കണ്ട, അതിനൊരിക്കലും പറയില്ല. തീർച്ചയായിട്ടും കാരണം ഫാമിലീസിനും കുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ പോലത്തെ സൂപ്പർ പടമാണ്. അടുത്ത ഷോയ്ക്കും ഉണ്ട്, നാളേക്കും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബുക്കിംഗ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഞാനിപ്പോ അവിടെ ഷോപ്പ് നടത്തുന്നുണ്ട്. ഷോപ്പിൽ ഇഷ്ടം പോലെ ബുക്കിംഗ് ആണ്. അതിന്റെ ടിക്കറ്റുകളൊക്കെ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ അത് മമ്മൂക്കാടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ പടം ഒന്നല്ല, സൂപ്പർ ഹിറ്റ് പടമാണ്. അതിന് ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കും. കൊണ്ടുപോയി തീർച്ചയായും. വിഷു മാത്രല്ല ഈസ്റ്ററും ഓടും.